ദീപാവലി ആഘോഷത്തിനിടെ മധ്യപ്രദേശിൽ 200-ലധികം പേർക്ക് കാഴ്ച നഷ്ടമായി. 14 പേരുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. നിരോധിത കാർബൈഡ് ഗൺ ഉപയോഗിച്ചാണ് കാഴ്ച നഷ്ടപ്പെടാനുള്ള കാരണം. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഈ ദീപാവലി ആഘോഷവുമായി തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ അനുദിനം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ മധ്യപ്രദേശിലാണ് 200-ലധികം പേർക്ക് കാഴ്ച നഷ്ടമായി എന്നുള്ള ഒരു വിവരം വരുന്നത്. വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിൽ 14 പേരുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അധികം താമസിയാതെ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളുമായി അബ്ദുൾ റഷീദിലേക്ക് പോവാം. ഈ ഒരു വാർത്ത വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നിരോധിത കാർബൈഡ് ഗൺ ഉപയോഗിച്ചതാണ് ഇത്തരത്തിൽ കാഴ്ച നഷ്ടമാകുവാനുള്ള ഒരു കാരണമായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 14 പേരുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മധ്യപ്രദേശിൽ മാത്രം 200-ലധികം പേർക്ക് കാഴ്ച നഷ്ടമായിട്ടുണ്ട് എന്ന വിവരവും നമ്മളിലേക്ക് എത്തുന്നുണ്ട്. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് നമ്മളോടൊപ്പം ചേരുകയാണ്. അബ്ദുൾ റഷീദ്, കൂടുതൽ വിശദാംശങ്ങൾ. സിന്ധൂരി, ദീപാവലി ആഘോഷങ്ങൾക്കിടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ള കാർബൈഡ് ഗൺ എന്ന അനധികൃത കളിപ്പീരങ്കി ഉപയോഗിച്ചതിനെ തുടർന്നാണ് മധ്യപ്രദേശിൽ 200-ലധികം പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ഗുരുതരമായി പരിക്കേറ്റുള്ള 14 പേർക്ക് കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വിവിധ ആശുപത്രികളിൽ നിന്നും പുറത്തുവിടുന്ന വിവരങ്ങൾ. ഭോപ്പാല്, വിദീഷ, ഗോളിയാർ, ഇൻഡോർ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ 120ഓളം കുട്ടികൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ദാരുണമായിട്ടുള്ളത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിട്ടുള്ള ഫൺ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷം ഈ ദീപാവലിയുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിൽ ഉടനീളം ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിരവധി ആശുപത്രികളിലാണ് 200-ലധികം പേരെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഭോപ്പാലിൽ മാത്രം 124 പേരുടെ കണ്ണുകൾക്ക് ഇത്തരത്തിൽ അപകടം സംഭവിക്കുകയും കാഴ്ച പരിമിതമായിട്ടുള്ള പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാർബൈഡ് ഗണ്ണിന്റെ അനധികൃതമായിട്ടുള്ള വിൽപ്പനയെ കുറിച്ച് നേരത്തെ തന്നെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള പരിശോധന നടന്നിട്ടില്ല എന്നുള്ള ചില ആരോപണങ്ങൾ കൂടിയും ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഈ പടക്കത്തിൽ ഉപയോഗിച്ചിട്ടുള്ള രാസവസ്തുക്കൾ കാഴ്ച നഷ്ടമാകുന്നതിനെ അത്തരത്തിൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നവയായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാലും 200-ലധികം പേർക്കാണ് കാഴ്ച പരിമിതമായിട്ടുള്ള പരിക്കുകൾ സംഭവിച്ചിട്ടുള്ളത്.